പണം ഉണ്ടാക്കുക എന്നുള്ളത് ഇപ്പോൾ കുട്ടികളുടെ ഇടയിലൊക്കെ ഒരുപാട് കുട്ടികളുടെ ഇടയിൽ അങ്ങനത്തെ ആഗ്രഹങ്ങളുണ്ട്. അവരൊക്കെ ഓരോ ലക്ഷ്യങ്ങളൊക്കെ വെച്ചിരിക്കുന്നത് തന്നെ ലോകത്ത് എന്തെങ്കിലും സംഭാവനകൾ കൊടുക്കാനോ ഏതെങ്കിലും മേഖലയിൽ പോയി കരിയർ ഡെവലപ്പ് ചെയ്യാനോ എന്തെങ്കിലും ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള അച്ചീവ്മെൻറ്റ് നേടാനോ ഒന്നുമല്ല. എങ്ങനെയും കുറേ പണം ഉണ്ടാക്കണം, ലക്ഷറിയസ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ കൊണ്ടുവരണം, എന്നിട്ട് ലോകത്തെ ഭയങ്കരമായിട്ട് ഞെട്ടിക്കണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന കുട്ടികളുടെ എണ്ണം കൂടി വരുന്നു. ഇത് അപകടകരമായൊരു ചിന്തയാണ്. അങ്ങനെയൊക്കെ ആഗ്രഹിച്ച് മുമ്പോട്ട് പോകുന്ന പല കുട്ടികളും അവർ ജീവിതത്തിൽ വലിയ പരാജയമായിട്ട് മാറുന്നു എന്നുള്ളതാണ് വാസ്തവം. അങ്ങനെയുള്ളവരൊക്കെയാണ് ചിലപ്പോൾ ഈ ഡ്രഗ് അഡിക്ഷനിലേക്കും ഡിപ്രഷനിലേക്കും സൂയിസൈഡിലേക്കും ഒക്കെ പോകാൻ സാധ്യതയുണ്ടാകുന്നത്. അങ്ങനെയുള്ളവരാണ് അവസാനം ജയിലിൽ പോകാനൊക്കെ സാധ്യതകൾ കൂടുന്നത്. അതത്ര ആരോഗ്യപരമായ ഒരു കാര്യമല്ല. പണം ഉണ്ടാക്കുന്നതിനകത്തൊരു തെറ്റുമില്ല, പണം ഉണ്ടാക്കുന്നത് നല്ല കാര്യമാണ്. പക്ഷേ പണം മാത്രമാണ് ലക്ഷ്യം. അവന് വേറൊന്നും കാണാൻ കഴിയുന്നില്ല. അവൻ്റെ കുടുംബം അവന് പ്രശ്നമല്ല, അവൻ്റെ മാതാപിതാക്കൾ അവന് പ്രശ്നമല്ല, അവൻ്റെ സമൂഹം അവന് പ്രശ്നമല്ല, ലോകത്തെ നിയമങ്ങൾ അവന് പ്രശ്നമല്ല. പണം മാത്രമാണ് ലക്ഷ്യം എന്നുള്ള ചിന്താഗതിയിൽ വരുന്ന കുട്ടികൾ വലിയ അപകടകരമായി മാറും. അങ്ങനെയുള്ളവരൊരു നല്ല ജീവിതം, ഒരു സമഗ്രമായ ജീവിതം ആസ്വദിക്കാനുള്ള സാധ്യതകൾ വളരെ കുറവായിരിക്കും. അതിനെക്കുറിച്ചാണ് ഈ വീഡിയോ സംസാരിക്കുന്നത്. ഇന്ന് പല കുട്ടികളോടും നമ്മൾ സംസാരിക്കുമ്പോൾ അവരുടെ കരിയർ ലക്ഷ്യങ്ങളല്ലേ, അവരുടെ ഭാവി ലക്ഷ്യങ്ങളിൽ പലതും ഒരുപാട് പണം ഉണ്ടാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അവരുടെ കഴിവ് എത്രയാണെന്നൊന്നും അവർ തിരിച്ചറിയുന്നില്ല, അല്ലെങ്കിൽ അവർ ആ മേഖലയ്ക്ക് സ്യൂട്ടബിൾ ആണോ എന്നുള്ളതും വിഷയമല്ല. പക്ഷെ അവർക്ക് ചില പ്രത്യേക ലക്ഷ്യങ്ങളുണ്ട്. അപ്പോൾ ആ ലക്ഷ്യം എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ അവർക്ക് പെട്ടെന്ന് പണക്കാരനാകണം, ഒരുപാട് പണം സമ്പാദിക്കണം, വലിയ വലിയ ലക്ഷറീസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. ഇങ്ങനെയുള്ള ഒരുപാട് കുട്ടികൾ ഇന്ന് സമൂഹത്തിലുണ്ട്. ഈ അടുത്തിടെ ഒരു പേരൻറ്റ് എന്നോട് വിളിച്ചു ചോദിച്ചു. ഒരുപാട് റിച്ച് ആയിട്ടുള്ളൊരു പേരൻ്റാണ്, പക്ഷേ മക്കളിൽ അങ്ങനെയൊന്നും ഒരാഗ്രഹം വരണമെന്ന് അവരാഗ്രഹിച്ചിട്ടുമില്ല. പക്ഷേ കുട്ടിക്ക് അങ്ങനെയുള്ള ആഗ്രഹങ്ങൾ മാത്രമേ ഉള്ളൂ. പ്രത്യേകിച്ച് അതിനൊരു ലോജിക്കൊന്നുമില്ല. പ്രത്യേകിച്ച് ആ മേഖലയിലേക്ക് പോകാനുള്ള കഴിവ് പോലും ആ കുട്ടിക്കില്ല. പക്ഷേ പണമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സമ്പാദിക്കേണ്ടത് എന്നുള്ള. ഇപ്പം ചിലരൊക്കെ ഡോക്ടറാകുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ പണം ഉണ്ടാക്കാൻ വേണ്ടിയാണ്. അപ്പം ഞാൻ എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഒരു ഡോക്ടറെ കാണുമ്പോൾ പണവുമായിട്ട് ആ മെഡിക്കൽ പ്രൊഫഷൻ ഒരു ബന്ധമുള്ളതായിട്ട് പോലും എൻ്റെ ചെറുപ്പകാലത്ത് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം അവരെയൊക്കെ വളരെ എമിനൻ്റ് ആയിട്ടുള്ള ആൾക്കാരായിട്ടാണ് നമ്മൾ സമൂഹത്തിൽ കണ്ടിരുന്നത്. ഇന്ന് അതൊക്കെ പണത്തിൻ്റെ സിമ്പിൾസാണ്. കാരണം അവർ വരുന്ന വണ്ടി, അവരുടെ ഒരു ലൈഫ് സ്റ്റൈൽ, ഇതൊക്കെ നോക്കിയിട്ടായിരിക്കും പല കുട്ടികൾക്കും അങ്ങനെയുള്ള ചിന്തകളുണ്ടാകുന്നത്. അപ്പോൾ പല മേഖലയിലും ഇന്ന് കുട്ടികൾ ആകാൻ ശ്രമിക്കുന്നത് ധാരാളമായി പൈസ ഉണ്ടാക്കുക എന്നുള്ളൊരു ലക്ഷ്യമാണ്. ചിലരൊക്കെ ബിസിനസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. ഈ ബിസിനസ് തുടങ്ങുന്ന ഒരു 10% ആൾക്കാരേ ഉള്ളൂ അതിൽ വിജയിക്കുന്നത്. പക്ഷേ ഒരുപാട് കുട്ടികൾ വിചാരിച്ചു വെച്ചിരിക്കുന്ന ബിസിനസ് എന്ന് പറയുന്നത് പണം ഉണ്ടാക്കാനുള്ളൊരു മേഖലയാണ് എന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷേ എല്ലാവർക്കും അതിലൂടെ പണക്കാരനാകാനും സാധിക്കുന്നില്ല. അല്ലെങ്കിലും പലപ്പോഴും ഈ പണം ഉണ്ടാക്കാനായിട്ട് ഇറങ്ങിത്തിരിച്ചവരല്ല യഥാർത്ഥത്തിൽ പണക്കാരാകുന്നതെന്നുള്ളതാണ് നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഇപ്പോൾ ബിൽ ഗേറ്റ്സ് തന്നെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, നിൻ്റെ സേവനം കൊണ്ട് മറ്റുള്ളവരെ അത്ഭുതപ്പെടുത്തുക. അതാണ് പണം ഉണ്ടാക്കാനുള്ള മാർഗ്ഗം. കാരണം നിൻ്റെ സേവനം കൊണ്ട് നീ മറ്റുള്ളവരെ അത്ഭുതപ്പെടുത്തുമ്പോൾ, നീ നിൻ്റെ പ്രോഡക്റ്റ് കൊണ്ടോ സർവീസ് കൊണ്ടോ അല്ലെങ്കിൽ നീ കൊണ്ടുവരുന്ന ഐഡിയ കൊണ്ടോ ലോകത്ത് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുമ്പോൾ, ലോകത്തെ ഇൻസ്പയർ ചെയ്യാൻ കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും നിനക്ക് വില കൂടുകയും നീ റിച്ച് ആകുകയും ചെയ്യുന്നു. പിന്നെ വേറൊരു വലിയ വാസ്തവം എന്താണെന്ന് ചോദിച്ചാൽ, റിച്ച്നെസ് ഈസ് നോട്ട് ഓൺലി ഇൻ ടേംസ് ഓഫ് മണി. പണം മാത്രമാണ് റിച്ച്നെസ് എന്ന് കരുതുന്നതും വലിയ അപകടമാണ്. ഒരിക്കൽ ടാറ്റ പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്, നിങ്ങൾ ലാഭം മാത്രമാണ് ഒരു ബിസിനസ്സിലൂടെ ഉണ്ടാക്കുന്നതെങ്കിൽ ഇറ്റ് ഇസ് നോട്ട് ഈവൻ എ ബിസിനസ്. കാരണം ഒരു ബിസിനസ് എന്ന് പറയുന്നത് അതിനൊരു സോഷ്യൽ വാല്യൂവും കൂടെ ക്രിയേറ്റ് ചെയ്യാൻ കഴിയണം. അതിനകത്തൊരു കോൺട്രിബ്യൂട്ടറി വാല്യൂ ഉണ്ട്. നിങ്ങൾ എന്താണ് സമൂഹത്തിന് കൊടുത്തത്, നിങ്ങൾ എന്ത് വേണ്ടി പണം ഉണ്ടാക്കി എന്നുള്ളതല്ല, നിങ്ങൾ സമൂഹത്തിന് എന്താണ് കൊടുത്തത് എന്നുള്ളതും കൂടി വാല്യൂ ചെയ്യപ്പെടുമ്പോഴാണ് അതൊരു ശരിക്കുമുള്ളൊരു ബിസിനസ്സാണോ എന്ന് പോലും അടയാളപ്പെടുത്തപ്പെടുന്നത് എന്ന് ജെ.ആർ.ഡി. ടാറ്റയുടെ ഒരു ചിന്തയുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ വെച്ച് നോക്കുമ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് പണത്തെക്കുറിച്ച് അമിതമായ ആഗ്രഹങ്ങൾ കുട്ടികൾ വെച്ച് പുലർത്തുന്നത്? പണമുള്ള വീടുകളിലെ കുട്ടികൾക്ക് തന്നെയാണ് കൂടുതൽ പണം. ഗൾഫിലുള്ള ഒരു പേരൻ്റാണ്, ആവശ്യത്തിൽ കൂടുതൽ പണമുള്ള ഒരു പേരൻ്റാണ്. അവർക്ക് മക്കളൊക്കെ നല്ല എഡ്യൂക്കേറ്റഡ് ആകണമെന്നുള്ള ആഗ്രഹമുള്ളവരാണ്. പക്ഷേ അവരുടെ മക്കളൊക്കെ പണം ഉണ്ടാക്കാനുള്ള അതിനൊക്കെയാണ് വിദേശ രാജ്യങ്ങളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നത്. അവർക്ക് വിദേശ രാജ്യത്ത് ഈ കുട്ടികൾ പോയി കഴിഞ്ഞാൽ അവർ തിരിച്ചു വരുമെന്നൊക്കെയുള്ള കാര്യത്തിൽ വലിയ ആശങ്കയുണ്ട്. പക്ഷേ കുട്ടികൾക്ക് പോയേ പറ്റുള്ളൂ. അവർക്ക് കുറച്ചുകൂടെ പണമൊക്കെ സമ്പാദിച്ച് അതിൻ്റെ അടുത്ത ലെവലിലേക്കൊക്കെ എത്തണം. എന്നാൽ അതിനുള്ള കാലിബറോ പൊട്ടൻഷ്യലോ ഈ കുട്ടികൾ കാണുന്നുമില്ല. അപ്പോൾ ഈ പേരൻ്റ് വളരെ ഒരു നിരാശയോടെയാണ് ആ കുട്ടികളുടെ ഒരു ചിന്തയൊക്കെ കാണുന്നത്. വളരെ
ഇറാഷണലായിട്ടാണ് കുട്ടികൾ ചിന്തിക്കുന്നതെന്ന് പോലും ആ പേരൻ്റ് മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ അത്തരം ഡിസ്കഷൻസൊക്കെ വരുമ്പോഴാണ് ഇങ്ങനെയുള്ളൊരു ഇതിലൂടെ ഈ ഒരു വീഡിയോയിലൂടെ അതിനെപ്പറ്റി കൂടുതലൊന്ന് ചർച്ച ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഒരിക്കൽ പിന്നെ ഒരു ധനികനായ ഒരു മനുഷ്യൻ പറഞ്ഞിട്ടുണ്ട്, ഈ പണം ഉണ്ടാക്കുക എന്ന ആഗ്രഹത്തോടു കൂടി പോയ പലരും അവർ 2 സ്ഥലങ്ങളിലേ എത്തിയിട്ടുള്ളൂ. ഒന്നുകിൽ അതിൽ പകുതി പേരും ജയിലിലാണ് എത്തിയിട്ടുള്ളത്. അപ്പോൾ പണം മാത്രം ലക്ഷ്യം വയ്ക്കുമ്പോൾ നമ്മൾ പലപ്പോഴും പല കൃത്രിമ കാര്യങ്ങളും ചെയ്യാനും നിയമത്തിനെതിരെ ചെയ്യാനും പണത്തെ മാത്രം ഫോക്കസ് ചെയ്യുമ്പോൾ ഏത് തരത്തിലുള്ള അഡ്വഞ്ചറസ് ആയിട്ടുള്ള മാർഗ്ഗങ്ങൾ സ്വീകരിക്കാൻ അവസാനം അനധികൃതമായ സമ്പാദനത്തിൻ്റെ പേരിലൊക്കെ നമ്മൾ പിടിക്കപ്പെടാനും ഒക്കെ വലിയ സാധ്യതകളുണ്ട്. അതാണ് പണം മാത്രം ലക്ഷ്യം വയ്ക്കുമ്പോഴുണ്ടാകുന്ന ഒരു അപകടം. നമ്മൾ ജയിലിലാകാനുള്ള സാധ്യതയും വേറൊന്ന് നമ്മൾ ഒരു ഭ്രാന്താശുപത്രിയിലെത്താനുള്ള സാധ്യതയുമാണെന്നൊരു ചിന്തകൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കാരണം എന്നാ വെച്ചാൽ ഈ പണമെന്ന് വിചാരിച്ച് നമ്മളിങ്ങനെ പോയിട്ട് അവസാനം നമുക്കിതൊന്നും ഉണ്ടാക്കാൻ പറ്റാതെ വരുമ്പോൾ നിരാശ കൂടി നമ്മളിൽ വലിയ മാനസിക അസ്വസ്ഥതകളും സ്ട്രെസ്സും ഒക്കെ ഉണ്ടായി ഡിപ്രഷനിലേക്കൊക്കെ പോകുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ നോക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ച് തീർച്ചയായിട്ടും പണം ഉണ്ടാക്കുന്ന ഒരു തെറ്റല്ല. പണം ജീവിതത്തിൽ വളരെ വലിയ ഒരു ഫാക്ടറാണ്, അതിനൊന്നും യാതൊരു സംശയവുമില്ല. നിങ്ങളെല്ലാവരും ധനികരായി മാറുന്നത് ഏറ്റവും നല്ല കാര്യമാണ്. പക്ഷേ അത് മാത്രമാണ് ലക്ഷ്യമെങ്കിൽ, അല്ലെ അത് സമ്പാദിക്കലാണ് ജീവിതത്തിൻ്റെ ഫോക്കസെങ്കിൽ അത്തരം ആൾക്കാർ പിന്നീട് വലിയ നിരാശയിലേക്കും വലിയ പരാജയത്തിലേക്കും പോകുന്നതായിട്ടാണ് കാണുന്നത്. ഇതിൽ ഒന്നാമത്തെ കാര്യം നമ്മുടെ മാതാപിതാക്കളുടെ തന്നെ മാതൃകയാണ്. മാതാപിതാക്കൾ എത്ര കണ്ട് അവരെന്തിനാണ് വീട്ടിൽ വാല്യൂ കൊടുക്കുന്നത്? മെറ്റീരിയലായിട്ടുള്ള കാര്യങ്ങൾക്കാണോ വാല്യൂ കൊടുക്കുന്നത്, അതോ ജീവിതപരമായിട്ടുള്ള മൂല്യപരമായിട്ടുള്ള കാര്യങ്ങൾക്കാണോ അവർ വാല്യൂ കൊടുക്കുന്നത്? എന്തിനാണ് അവർ ജീവിതത്തിൽ വാല്യൂ കൊടുക്കുന്നത്? ചില വീടുകളിൽ എപ്പോഴും പണത്തെക്കുറിച്ചുള്ള സംസാരവും അല്ലെ പണം സമ്പാദിക്കാൻ പറ്റാത്തതിനെ പറ്റിയുള്ള നിരാശയും, അല്ലെങ്കിൽ എപ്പോഴും ആ പണം കൂടുതൽ കിട്ടുന്നതിലുള്ള പ്രോത്സാഹനവും അതിനെ മാത്രം റിവാർഡ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന, അല്ലെങ്കിൽ പെർഫോമൻസ്, റിസൾട്ട്, വിജയങ്ങൾ, നേട്ടങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് മാത്രം സംസാരിക്കുകയും ബന്ധങ്ങൾ, സ്നേഹം, പങ്കുവയ്ക്കൽ, കരുണ, ഇങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ വളരെ മിനിമൈസ് ചെയ്യുന്ന പല ഭവന അന്തരീക്ഷങ്ങളുമുണ്ട്. അങ്ങനെയുള്ള മാതാപിതാക്കൾ അങ്ങനെയുള്ള ഭവന അന്തരീക്ഷത്തിൽ വളരുന്ന കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് സ്വാഭാവികമായിട്ടും പണത്തിന് മാത്രമേ ഇവിടെ വിലയുള്ളൂ, വേറൊന്നിനും, അല്ലെങ്കിൽ റിസൾട്ട് ഉണ്ടാക്കിയാൽ, നേട്ടങ്ങളുണ്ടാക്കിയാൽ മാത്രമേ വിലയുള്ളൂ എന്നുള്ള ഒരു പെർഫോമൻസ് ഓറിയൻറ്റഡ് പാരൻറ്റിങ് എന്ന് പറയും. അത് ഈ വലിയ കാര്യങ്ങൾ ഒക്കെ നേടുന്നവരിന് മാത്രമാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ എനിക്കും വിലയുള്ളൂ, അപ്പോൾ ഞാനും അങ്ങനെയുള്ള ഒരാളാകാനുള്ള ശ്രമമാണ്. അല്ലെങ്കിൽ എനിക്കതിന് പറ്റത്തില്ലെങ്കിൽ പോലും അത് പറ്റുമെന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. അങ്ങനെയാണ് പല കുട്ടികളിൽ ഇത് ഉണ്ടാവാനുള്ള ഒരു പ്രധാന കാരണം. വേറൊന്ന്, ഈ കുട്ടികളെ ഇങ്ങനെ സമ്മാനങ്ങൾ കൊടുത്ത് വളർത്തുന്നതാണ്. ഇപ്പം എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതിനൊക്കെ വില കൂടിയ സമ്മാനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുത്ത് വളർത്തുക, എപ്പോഴും അവർക്ക് ആവശ്യത്തിൽ കൂടുതൽ കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുത്ത് വളർത്തുന്ന പല കുട്ടികളും അവർ വളർന്നു വരുന്തോറും അവരുടെ ആവശ്യങ്ങൾ കൂടുകയും, അല്ലെങ്കിൽ ഇതൊക്കെ നേടുക എന്ന് പറയുന്നത് മാത്രമാണ് ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് തോന്നുകയും, അല്ലാത്തതിലൊന്നും അവർക്ക് യാതൊരു മോട്ടിവേഷൻ കിട്ടാതിരിക്കുകയും, എപ്പോഴും പണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും അതിൻ്റെ റിവാർഡുകളിലും മാത്രം അവർക്ക് ഇഷ്ടം കിട്ടുകയും താല്പര്യം കിട്ടുകയും ചെയ്യുന്ന കുട്ടികളുണ്ട്. അത് സ്വാഭാവികമായിട്ടും അത് പണത്തോടുള്ള ഒരു അഡിക്ഷൻ അവരിൽ സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ്. വേറൊരു വലിയ വിഷയം എന്നാന്ന് ചോദിച്ചാൽ, ഈ സുഹൃത്തുക്കളുടെ ഇടയിൽ നിന്ന് കിട്ടുന്ന അത്തരം ആശയങ്ങൾ, സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടുന്ന ആശയങ്ങൾ. പണമുള്ളവനാണ് വലിയ ആൾ, പണമില്ലാത്തവൻ. നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ അങ്ങനെ ധാരാളം പോസ്റ്റുകളും അത്തരം ചിന്തകളും ഒക്കെ പങ്കുവയ്ക്കാറുണ്ട്. അല്ലെങ്കിൽ ഈ വലിയ പണമുള്ളവരൊക്കെ അവർ വാങ്ങിക്കുന്ന സാധനങ്ങളും അവർ ഉപയോഗിക്കുന്ന ലക്ഷറികളും ഒക്കെ ഇങ്ങനെ കാണിച്ച് മറ്റുള്ളവരെ ഭ്രമിപ്പിക്കുന്ന, അല്ലെങ്കിൽ ഇതൊക്കെ ഉള്ളവൻ വലിയ ആളാണെന്നൊക്കെ കാണിക്കുന്ന തരത്തിൽ പിന്നെ ചെറുപ്പക്കാരെയും കുട്ടികളെയൊക്കെ സ്വാധീനിക്കും. സോഷ്യൽ മീഡിയയുടെ ഒരു വലിയ ഇൻഫ്ലുവൻസാണ്. കൂട്ടുകാരുമായിട്ടുള്ള പല കുട്ടികളും ഇപ്പോൾ തന്നെ നമ്മളൊക്കെ ഈ സ്കൂളിങ്ങിൽ ഇത് വലിയൊരു ഫാക്ടറായിട്ട് തോന്നിയിട്ടുണ്ട്. ഇപ്പം ഞാൻ അങ്ങനെയുള്ള ചില കുട്ടികളെയൊക്കെ കാണുന്നത്, ചില പേരൻസൊക്കെ അവർക്ക് താങ്ങാൻ പറ്റുന്നതിനേക്കാളും വലിയ സംവിധാനങ്ങളുള്ള സ്കൂളിലൊക്കെ മക്കളെ കൊണ്ട് പഠിപ്പിക്കും. അപ്പോൾ അവിടെ വലിയ പണക്കാരുടെ മക്കളൊക്കെ ആയിരിക്കും അവിടെ പഠിക്കാൻ വരുന്നത്. അവർ കാണിക്കുന്നതും അവരുപയോഗിക്കുന്നതും അവരുടെ ജീവിതശൈലിയും ഒക്കെ എത്തിപ്പിടിക്കാനായിട്ടുള്ള ഒരു ശ്രമം, അതിൽ നിന്നുണ്ടാകുന്നൊരു കോംപ്ലക്സിൽ നിന്ന് ഈ കുട്ടികളും അങ്ങനെയുള്ള വലിയ കാര്യങ്ങൾ ആഗ്രഹിക്കുകയാണ്. അത് അവരിലുണ്ടാകുന്നൊരു കോംപ്ലക്സാണ്, അവരിലുണ്ടാകുന്ന ഒരു അപകർഷതാബോധത്തിൽ നിന്നാണ് അത് വരുന്നത്. പലപ്പോഴും നമ്മുടെ കുട്ടികളെയൊക്കെ നമുക്ക് ചേരുന്ന ഒരു സംസ്കാരത്തിലുള്ള സ്കൂളുകളിലൊക്കെ വിട്ട് പഠിപ്പിക്കാമെങ്കിൽ അത്തരം വലിയ പ്രശ്നങ്ങൾ നമുക്കുണ്ടാവില്ല. കാരണം എനിക്കും ആവശ്യത്തിനുള്ളതൊക്കെ ഉണ്ട്, മറ്റുള്ളവർക്കും ഉണ്ട്.
അല്ലെങ്കിൽ അത്തരം കുട്ടികളെയൊക്കെ നമ്മൾ വളർത്തുമ്പോൾ ഓരോരുത്തരുടെയും റിസോഴ്സസ് ഡിഫറൻ്റ് ആണ്. ഇപ്പോൾ ഞാൻ എൻ്റെ മക്കളെയൊക്കെ വളർത്തുന്ന സമയത്ത് നമ്മുടെ റിസോഴ്സസ് പണമല്ല, നേരെ മറിച്ച് അറിവ്, അത്തരം കാര്യങ്ങളൊക്കെയാണ്. അപ്പം ഓരോരുത്തർക്കും അങ്ങനെ, ചിലർക്ക് വിദ്യാഭ്യാസം കൂടുതലായിരിക്കും, ചിലർക്ക് പണം കൂടുതലായിരിക്കും, ചിലർക്ക് സമൂഹത്തിലുള്ള ഇൻഫ്ലുവൻസ് കൂടുതലായിരിക്കും, ചിലരെ സംബന്ധിച്ച് ശാരീരികമായ ആരോഗ്യമായിരിക്കും കൂടുതൽ, ചിലർക്ക് പിന്നെ സ്പിരിച്വലായിട്ടുള്ള വലിയ ശക്തിയാണ്. അപ്പോൾ ഓരോ മനുഷ്യരുടെയും അട്രിബ്യൂട്ട്സ്, ഓരോ മനുഷ്യരുടെയും സമ്പത്ത് എന്ന് പറയുന്നത് വ്യത്യസ്തമാണ്. ഇതെല്ലാം കൂടെ ചേരുന്നതാണ് ലോകം. അപ്പോൾ നമ്മൾ നമ്മുടെ കഴിവുകളിലും നമ്മുടെ സാധ്യതകളിലും നമ്മുടെ ആസ്തികളിലും വിശ്വസിച്ച് മുന്നേറിയാൽ നമുക്കും വിജയിക്കാനായിട്ട് സാധിക്കും എന്നുള്ള ഒരു ആശയം കുട്ടികളിൽ എത്തിക്കാനാണ് പലപ്പോഴും ശ്രമിക്കാറുള്ളത്. പക്ഷേ കുഴപ്പം എന്നാണെന്ന് ചോദിച്ചാൽ, നമുക്ക് പറ്റാത്ത തലങ്ങളിലൊക്കെ നമ്മുടെ കുട്ടികളെ കൊണ്ട് എക്സ്പോഷർ കൊടുക്കുമ്പോൾ കുട്ടികളിലൊക്കെ ഇത്തരത്തിലുള്ളൊരു കോംപ്ലക്സിൽ നിന്ന് എനിക്ക് പണക്കാരനാകണോ എന്നുള്ള വലിയ ആഗ്രഹം ഉണ്ടാകാറുണ്ട്. അതുപോലെ ബാല്യകാലത്തിലെ സാമ്പത്തിക അരക്ഷിതാവസ്ഥ, ചെറിയ പ്രായത്തിലൊക്കെ ഭയങ്കരമായിട്ട് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടി വളരുന്ന ചില കുട്ടികൾ, അവർ വളർന്നു കഴിയുമ്പോൾ അവർക്ക് ഒറ്റ ലക്ഷ്യമുള്ളൂ, എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കി ഇതിൻ്റെ കേട് തീർക്കണം എന്നുള്ള ഒരു രീതിയിൽ അവർ ഭയങ്കരമായിട്ട് പണം ഉണ്ടാക്കാനായിട്ട് മാത്രം ഫോക്കസ് ചെയ്ത് വരികയും അവർ ചിലപ്പോൾ ജീവിതത്തിൽ പണത്തിനല്ലാതെ വേറെ ഒന്നിനും പ്രാധാന്യം കൊടുക്കാതെ വരികയും, അങ്ങനെ വരുന്നത് കൊണ്ടുള്ള ചില പ്രശ്നങ്ങൾ അവരുടെ ജീവിതത്തിൽ പലപ്പോഴും ഉണ്ടാകുകയും ചെയ്യാറുണ്ട്. അതുപോലെ പല കുട്ടികളുടെയും ഒരു പ്രശ്നം, എനിക്ക് എന്തെങ്കിലും ഒരു വില കിട്ടണമെങ്കിൽ പണമുണ്ടെങ്കിലേ വിലയുള്ളൂ. അത് ചില കുടുംബങ്ങളിൽ, ചില സമൂഹങ്ങളിലൊക്കെ അവർക്ക് കിട്ടുന്നൊരു മെസ്സേജാണ്, പണമുണ്ടെങ്കിലേ നിനക്ക് വിലയുള്ളൂ. അപ്പോൾ പണവുമായിട്ടാണ് അവൻ്റെ ജീവിതത്തിൻ്റെ നിലവാരത്തെ, അവൻ്റെ ജീവിതത്തിൻ്റെ വിലയും ഒക്കെ അവൻ കരുതുന്നതെങ്കിൽ അത്തരം കുട്ടികൾക്ക്, അപ്പോൾ അതൊക്കെ എവിടെ നിന്നാണ് അവർക്ക് കിട്ടുന്നത്? അവർ ജീവിക്കുന്ന ജീവിത സാഹചര്യങ്ങൾ. കാരണം അവർ നോക്കുമ്പോൾ പണമില്ലാത്ത ആർക്കും അവിടെ ഒരു വില കൊടുക്കുന്നില്ല, എല്ലായിടത്തും വില കൊടുക്കുന്ന ഒരു ഗുരുനാഥൻ വന്നാൽ ഇരിക്കാനൊരു സീറ്റ് കൊടുക്കുന്നത് മറന്നു പോകുന്നു. പക്ഷേ പണമുള്ളവൻ വരുമ്പോൾ അവിടെ വലിയ സ്വീകാര്യത കിട്ടുന്നു, പണമുള്ളവനെ എല്ലായിടത്തും സ്വീകരിക്കുന്നു. അപ്പം ഞാൻ ഈ മെറ്റീരിയലിസത്തെക്കുറിച്ച് അടുത്തിടയിൽ ഒരു പുരോഹിതനുമായിട്ട് സംസാരിക്കുകയായിരുന്നു. പിന്നെ ആത്മീയ രംഗത്തുള്ള ഒരു വ്യക്തിത്വമാണ്. അപ്പോൾ അദ്ദേഹം പറയുന്ന എല്ലാവർക്കും ഈ പൈസയെ പറ്റി അങ്ങ് ആർത്തിയാണ്. ഞാൻ ചോദിച്ചു, ഇത് ജനങ്ങളിൽ എത്തിച്ചതിൽ പിന്നെ ആത്മീയ രംഗത്തുള്ളവർക്കും വലിയ ഒരു ഉത്തരവാദിത്വമുണ്ട്. കാരണം ആത്മീയ രംഗത്തും ഇന്ന് എന്താണ് ചെയ്യുന്നത്? ധാരാളം പണം സമ്പാദിച്ച് അല്ലെ സ്വരൂപിച്ച് വലിയ വലിയ ആരാധനാലയങ്ങളൊക്കെ സൃഷ്ടിക്കുകയാണ്. എന്നിട്ട് അവിടുന്ന് ആ ആരാധനാലയങ്ങൾ പണിയുന്നതിനകത്തുനിന്ന് കൊള്ളയടിക്കുകയാണ്. അതിന് ആ കൊള്ളയടിച്ച പണം കൊണ്ട് വലിയ വലിയ വണ്ടികളൊക്കെ വാങ്ങിച്ച് ഈ പിള്ളേരുടെ മുമ്പിൽ കൂടെ തന്നെ നടക്കണം. അപ്പോൾ ആത്മീയ രംഗത്തുള്ളവർ പോലും എല്ലാം പണമുള്ളതിലൂടെ ഐഡൻറ്റിഫൈഡ് ആകാൻ ശ്രമിക്കുന്നു. ഒരു പ്രത്യേകമായ സ്ഥാനത്തൊക്കെ എത്തിക്കഴിഞ്ഞാൽ അത്രയും വലിയ വണ്ടിയിലൊക്കെ നടക്കണം, അല്ലെ അത്രയും വലിയ പരിവാരങ്ങളുമായിട്ടൊക്കെ നടക്കണം. അപ്പോൾ ഒരു പണത്തിൻ്റെ സ്വാധീനമാണ് ആത്മീയ രംഗത്തുള്ളവർ പോലും പുറത്ത് കാണിക്കാൻ ശ്രമിക്കുന്നത്, അല്ലെ അതിലൂടെയാണ് അവൻ ലോകത്തെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ശ്രമിക്കുന്നത്. വലിയ വലിയ ആരാധനാലയങ്ങൾ പണിത് കഴിയുമ്പോൾ നീ വലിയ മതമാണെന്ന് മനുഷ്യരോട് പറയാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ദൈവമുണ്ടോ എന്നുള്ള കാര്യമൊന്നും ആരും ചിന്തിക്കുന്നില്ല. അപ്പോൾ ഈ മെറ്റീരിയലിസം വളർത്തുന്നതിൽ മതങ്ങൾ വലിയൊരു പങ്ക് വഹിച്ചു, രാഷ്ട്രീയം വലിയൊരു പങ്ക് വഹിച്ചു. കാരണം രാഷ്ട്രീയത്തിലെ ഈ ലൊക്കിലൊടുക്ക് നേതാവ് വരെ വലിയ വണ്ടിയിലും ഡ്രൈവറും വലിയ പരിവാരങ്ങളും ഒക്കെ ആയിട്ടാണ് നടക്കുന്നത്. അപ്പം ഇത് ചെറിയ അപ്പോൾ പണ്ട് സൈക്കിളിൽ നടന്നുകൊണ്ടിരുന്ന ജനങ്ങളുമായി ഏറ്റവും അടുത്ത് നിന്നിരുന്ന രാഷ്ട്രീയമുണ്ടായിരുന്നു. ഇന്ന് ആരുമില്ല, എല്ലാം ഇങ്ങനെ പാഞ്ഞു പോകുന്ന രാഷ്ട്രീയ നേതാക്കന്മാരാണ്. ജനങ്ങളുമായിട്ടൊന്നും അവർക്ക് യാതൊരു ബന്ധവുമില്ല. അപ്പോൾ അങ്ങനെയുള്ള മനുഷ്യർ, ഒരു മനുഷ്യൻ സത്യാഗ്രഹം കിടക്കാൻ തുടങ്ങിയിട്ട് 10-22 ദിവസമാകുന്നു, അവർക്കൊന്നും വിലയില്ല. അവരെയൊക്കെ എത്ര മോശമായിട്ടാണ് കാണുന്നത്. ആലോചിച്ച് നോക്കണം, ഒരു റോമൻ മാഗ്സസെ അവാർഡ് വിന്നറാണ്. ഈ രാജ്യത്തെ ഒരുപാട് പ്രശ്നങ്ങൾക്ക് ശാസ്ത്രീയമായി പരിഹാരങ്ങൾ കാണുകയും വിദ്യാഭ്യാസത്തിനൊക്കെ വലിയ നവീകരണ ചിന്തകൾ നൽകുകയും ഒക്കെ ചെയ്ത വലിയ മഹാനായ ഒരു മനുഷ്യനാണ്. ഡൽഹിയിൽ വേറെ ഏതെങ്കിലും രാജ്യത്ത് അത്രയും ഉയർന്ന ഒരു മനുഷ്യൻ അങ്ങനെ ഒരു നിരാഹാരത്തിലൊക്കെ കിടക്കുമ്പോൾ ആ രാജ്യത്തെ വിദ്യാസമ്പന്നരെങ്കിലും അതിനോടൊക്കെ എത്ര ഒരു എമ്പതിയോടുകൂടി പ്രതികരിക്കുമായിരുന്നു. അപ്പോൾ എവിടെയാണ് നമ്മൾ എത്തി നിൽക്കുന്നത്? നമുക്ക് ഈ മെറ്റീരിയലായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നമുക്കിന്നും, നമ്മൾ അതിലേക്ക് അങ്ങ് കൂടുതൽ പരുവപ്പെടുകയാണ്. മെറ്റീരിയലിസം അല്ലാതുള്ള ഇങ്ങനത്തെ ഒരു മനുഷ്യൻ അവൻ്റെ സ്വന്തം ജീവിതം പോലും കളഞ്ഞിട്ട് അതിനെയൊക്കെ നമ്മൾ ജാതി കൊണ്ടും രാഷ്ട്രീയം കൊണ്ടും ഒക്കെ വിഭജിച്ച് അങ്ങനെയൊക്കെയുള്ളവരെ നിസ്സാരവൽക്കരിച്ച് അതൊക്കെ വളരെ നോർമലൈസ് ചെയ്ത്, അങ്ങനെയല്ല. നമ്മൾ വിദ്യാഭ്യാസവും ഇവരൊക്കെ ഉള്ളവരെ എനിക്കത് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. എൻ്റെ സമൂഹത്തിലെ ഒരു പ്രശ്നത്തിന് വേണ്ടി എനിക്ക് ഒരു ദിവസം
ഒരു സമരം ചെയ്യാൻ എന്നെക്കൊണ്ട് സാധിക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ 20-22 ദിവസം സമരം ചെയ്തൊരു മനുഷ്യന് വേണ്ടി എൻ്റെ ഒരു ശബ്ദം, ആ സപ്പോർട്ട് ആയിക്കോട്ടെ, അത് അയാൾ അതിനകത്തെ ബാക്കി കാര്യങ്ങളൊക്കെ എന്തും ആയിക്കോട്ടെ, പക്ഷേ ഒരു മനുഷ്യൻ സ്വയം ത്യജിക്കാനായി തയ്യാറാകുമ്പോൾ ആ ത്യാഗത്തിൻ്റെ ഒരു മൂല്യം നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ? അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഇതൊക്കെ കണ്ടാണ് കുഞ്ഞുങ്ങൾ വളരേണ്ടത്. ഞങ്ങളുടെയൊക്കെ തലമുറയിൽ ഞങ്ങളൊക്കെ അങ്ങനെയുള്ളവരെ വലുതായി ചിത്രീകരിക്കുന്ന ശബ്ദങ്ങൾ കേട്ട് വളർന്നു. ഗാന്ധിജിയുടെ സത്യാഗ്രഹത്തെക്കുറിച്ചും പിന്നെ നെഹ്റുവിൻ്റെ ജയിൽ ജീവിതത്തെക്കുറിച്ചും അല്ലെങ്കിൽ പിന്നെ സുഭാഷ് ചന്ദ്രബോസിൻ്റെ ത്യാഗങ്ങളെക്കുറിച്ചും ഭഗത് സിംഗിൻ്റെ ത്യാഗങ്ങളെക്കുറിച്ചും ഒക്കെ കേട്ടാണ് ഞങ്ങളൊക്കെ വളർന്നു വന്നത്. ഒരുപക്ഷെ ഞങ്ങൾക്കതൊന്നും കാണാൻ കഴിഞ്ഞില്ലെങ്കിലും അതിൻ്റെ വികാരത്തോടു കൂടി ആ കഥകളും ആ ചിന്തകളും ഒക്കെ ഞങ്ങളോട് പങ്കുവയ്ക്കുന്ന ഒരു തലമുറയിൽ നിന്ന് ഞങ്ങളത് കേട്ടതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിനോടൊക്കെ വലിയ ജയപ്രകാശ് നാരായണനൊക്കെ എൻ്റെ പിതാവൊക്കെ ഏറ്റവും കൂടുതൽ വളരെ സ്നേഹത്തോടെ പറഞ്ഞിരുന്ന, വലിയ ബഹുമാനത്തോടു കൂടി പറഞ്ഞിരുന്ന ഒരു വ്യക്തിത്വമാണ് ജയപ്രകാശ് നാരായണൻ. അദ്ദേഹം ലോകത്ത് ഈ രാജ്യത്ത് ഒരു സ്ഥാനവും വഹിച്ചിരുന്ന ആളല്ല, പക്ഷെ ഒരു സ്ഥാനവും വഹിക്കാത്ത ഒരാൾ, ഒരു സമരത്തിലൂടെ മാത്രം അല്ലെങ്കിൽ പ്രതിഷേധത്തിലൂടെ മാത്രം ലോകത്ത് അടയാളപ്പെടുത്തപ്പെട്ട ഒരു മനുഷ്യനെ എത്ര വലിയ വികാരത്തോടു കൂടിയാണ് എൻ്റെ പിതാവൊക്കെ എന്നോട് പറഞ്ഞു തന്നിട്ടുള്ളത്. ഇപ്പോൾ ഇതൊക്കെ ഞങ്ങളിലുണ്ടാക്കിയ സ്വാധീനങ്ങളുണ്ട്. ഇന്ന് ആരെക്കുറിച്ചൊക്കെയാണ് നമ്മൾ പറയുന്നത്? നമ്മൾ വെറും ഈ ഷോ കാണിക്കുന്ന ആൾക്കാരെയൊക്കെ ഉയർത്തി വയ്ക്കുകയും യഥാർത്ഥത്തിൽ ജീവിതം സമർപ്പിച്ച മനുഷ്യരെയൊക്കെ നിസ്സാരവൽക്കരിക്കുകയും അവരെ പറ്റിയൊക്കെ വളരെ ചീപ്പായിട്ട് പറയുകയും ഒക്കെ ചെയ്യുന്നൊരു സമൂഹത്തിൽ നിൽക്കുമ്പോൾ കുട്ടികൾക്ക് മെറ്റീരിയലിസം സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്നതിലൊരു സംശയമില്ല. പക്ഷേ ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത്, നമുക്ക് കുട്ടികളെയൊക്കെ ജീവിതത്തിൽ മികച്ചവരായി കാണണമെങ്കിൽ, ഇപ്പം ഞാൻ ഈ ചാനലിലൂടെ ലോകത്തോട് സംസാരിക്കാൻ ശ്രമിക്കുന്നത് നല്ല ജീവിതത്തെക്കുറിച്ചാണ്. ചൂസ് ലൈഫ്. ആ ജീവിതത്തിൻ്റെ ജീവിതമായിരിക്കണം നമ്മുടെ പരമമായ ലക്ഷ്യമെങ്കിൽ ആ ജീവിതത്തിൻ്റെ എല്ലാ പിന്നെ ഒരു അനുഭവങ്ങളും നിങ്ങൾക്ക് ജീവിതത്തിൽ കിട്ടണമെങ്കിൽ, അതിൻ്റെ ഒരു സമഗ്രതയിൽ നിങ്ങൾക്ക് ആസ്വദിക്കാൻ കഴിയണമെങ്കിൽ നമ്മൾ പണത്തെ അതിൻ്റെ എല്ലാ തലങ്ങളിലും കാണാൻ കഴിയണം. കാരണം അതിനകത്ത് ഏണിങ് വേണം, നോ ഡൗട്ട്. ഏണിങ് വളരെ, നമ്മൾ പണം സമ്പാദിക്കണം. പണം സമ്പാദിക്കുമ്പോൾ തന്നെ നമ്മൾ പണം കുറേ സേവ് ചെയ്യണം. കാരണം അതും ആവശ്യമാണ്. നമ്മൾ സമ്പാദിച്ചിട്ട് അത് മുഴുവൻ ഇങ്ങനെ ഭയങ്കരമായിട്ട് സ്പെൻഡ് ചെയ്യുക മാത്രമല്ല, സേവ് ചെയ്യണം. സ്പെൻഡിങ് ആവശ്യമാണ്. കാരണം സ്പെൻഡ് ചെയ്തെങ്കിൽ മാത്രമേ ഈ പണം സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിലുള്ള ആൾക്കാരുടെ കൈകളിൽ അത് എത്തുകയുള്ളൂ, അതിനൊരു സർക്കുലേഷൻ ഉണ്ടാവുകയുള്ളൂ. അതുപോലെ തന്നെ പണം ഷെയർ ചെയ്യണം. നമ്മളെല്ലാം കൂടെ വാങ്ങിച്ച് നമ്മളെല്ലാം കൂടെ കൂട്ടി വയ്ക്കുകയല്ല, അത് ആവശ്യമുള്ള മനുഷ്യർക്ക് വേണ്ടി നമ്മൾ ഷെയർ ചെയ്യണം. അങ്ങനെ ബാലൻസ് ചെയ്ത് പണത്തെ കാണണം. ഈ പഴയ ചില വലിയ ധനികരായ മനുഷ്യരൊക്കെ അവർ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അവർ ചുറ്റുപാടുള്ള ആൾക്കാരെയൊക്കെ പലതരത്തിൽ സഹായിച്ചു. പിന്നെ അവർ ധാരാളം പണം അടുത്ത തലമുറയ്ക്ക് വേണ്ടി സേവ് ചെയ്ത് വെച്ചു. അവരാവശ്യങ്ങളെയും അനാവശ്യങ്ങളെയും അതുപോലെ തന്നെ ആഡംബരത്തെയൊക്കെ തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് അവരൊക്കെ വളരെ സമഗ്രതയോടുകൂടി ജീവിച്ചവരാണ്. വരും തലമുറയ്ക്ക് വേണ്ടി അവർ പലതും കരുതി വെച്ചു. പണ്ട് കാലത്തൊക്കെ വലിയ വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസൊക്കെ ഓരോ തലമുറയിലും രാജ്യത്തുണ്ടായി, സമൂഹത്തിലുണ്ടായി. കാരണം അതൊക്കെ അധ്വാനിച്ച് പണമുണ്ടാക്കിയ മനുഷ്യർ അവരുടെ പണം സമൂഹത്തിന് കൊടുത്തത് കൊണ്ടാണ് അത്തരം വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസൊക്കെ ഉണ്ടായത്. ഇന്ന് അങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസും മെമ്മോറിയലുകളും ഒന്നും അധികം ഉണ്ടാകുന്നില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഉണ്ടാക്കുന്നു, നമ്മൾ തന്നെ അത് അടിച്ച് പൊളിച്ച് വലിയ ആഘോഷങ്ങൾ നടത്തി ഒരു ചന്ത സംസ്കാരത്തിലേക്ക് നമ്മൾ വന്നതിൻ്റെ ഒരു ലക്ഷണമാണ്. ഇതൊക്കെ ബാലൻസ് ചെയ്യാൻ കഴിയണം. പിന്നെ ഈ പണത്തെ പറ്റിയുള്ള ഈ അമിതമായ ചിന്ത കുട്ടികളിൽ വന്നു കഴിഞ്ഞാൽ വരുന്നൊരു കുഴപ്പം, അവർക്ക് ജീവിതത്തിൻ്റെ മറ്റ് സന്തോഷങ്ങളൊന്നും ആസ്വദിക്കാനായിട്ട് പറ്റില്ല. കാരണം പണം പലപ്പോഴും ബന്ധങ്ങളെ, നല്ല ബന്ധങ്ങൾ ആസ്വദിക്കാൻ കഴിയത്തില്ല. നല്ല സുഹൃത്ത് ബന്ധങ്ങൾ, കുടുംബ ബന്ധങ്ങൾ, അതുപോലെ തന്നെ ഒരു ഫാമിലി ലൈഫ് നല്ല രീതിയിൽ, മക്കളെ നല്ല രീതിയിൽ വളർത്താൻ, ഇതിനൊക്കെ അമിതമായ പണം പലപ്പോഴും തടസ്സമാണ്. ഒരു ധനികനായ മനുഷ്യൻ എന്നോട് പറഞ്ഞതുപോലെ, സുനിലെ, ഞാനിന്ന് വളരെ റിച്ചാണ്, അതുകൊണ്ട് തന്നെ ലോകത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളും എൻ്റെ വീട്ടിനകത്തുണ്ട്. പണ്ട് ഞങ്ങൾ ദരിദ്രരായിരുന്നു, അന്ന് ഒരു പ്രശ്നവും വീട്ടിൽ വരില്ലായിരുന്നു. കാരണം ദാരിദ്ര്യം ഉള്ളിടത്തോട്ട് മറ്റൊരു പ്രശ്നവും കടന്നു വരില്ല. അത് വലിയൊരു ചിന്തയാണ്. അപ്പോൾ പണം കൂടുന്തോറും മറ്റു പല പ്രശ്നങ്ങളും നമ്മുടെ വീടുകളിലേക്ക് കയറി വരും. അപ്പം അത് ഒരു നല്ല ജീവിതം ആസ്വദിക്കാൻ പലപ്പോഴും അത് തടസ്സമാകും. പണം എന്നാൽ ആവശ്യവുമാണ്. അപ്പോൾ ആവശ്യവും അനാവശ്യവും ആഡംബരവും ഒക്കെ തമ്മിൽ വേർതിരിക്കാൻ നമുക്കറിയണം. കുട്ടികൾക്ക് അതിന് വേണ്ടി ചെയ്യേണ്ട ഏറ്റവും വലിയൊരു കാര്യം എന്ന് വെച്ചാൽ അവരുടെ വ്യക്തിത്വ വികസനം നടക്കണം. അവർക്ക് നല്ല കാഴ്ചപ്പാടുകൾ, ചരിത്രബോധം, സാമൂഹിക ബോധം, സാംസ്കാരിക ബോധം, മൂല്യബോധം,
ബന്ധങ്ങൾ, അയൽപക്കം, സമൂഹം, ഇങ്ങനെയൊക്കെയുള്ള വലിയ കാഴ്ചപ്പാടിലേക്ക് കുട്ടികളെ നയിക്കുക. അപ്പോൾ അവരുടെ മൈൻഡൊക്കെ കുറേ കൂടെ ഇൻ്റഗ്രേറ്റഡ് ആകും, കുറച്ചുകൂടെ ബാലൻസ്ഡ് ആകും. ഏത് കാര്യത്തിൽ അത്ര എക്സ്ട്രീം ആകാതെ കുറേ കൂടെ ബാലൻസ്ഡ് ആയിട്ടും കുറച്ചുകൂടെ റീസണബിളായിട്ടും അവർ ചിന്തിക്കാനായിട്ടുള്ള അവസരം ഉണ്ടാകും. സോഷ്യൽ ഇൻ്റലിജൻസ് കൂട്ടുക. സമൂഹത്തിൽ പണമെന്ന് പറയുന്നത് എന്താണ്, വാട്ട് ഈസ് മണി എന്നുപോലും ഒരു കുട്ടി തിരിച്ചറിയുന്ന അവൻ്റെ സാമൂഹിക ബന്ധങ്ങളിലൂടെയാണ്. കാരണം അവിടെ എല്ലായിടത്തും പണമല്ലെന്നും ചില സമയത്ത് നമ്മൾ മനുഷ്യരിലാണ് സ്വാധീനങ്ങൾ സൃഷ്ടിക്കേണ്ടതും ചില സമയത്ത് നമ്മൾ ധനികനാകുക എന്ന് പറയുന്നത് പിന്നെ പണം കൊണ്ട് മാത്രമല്ല, ബന്ധങ്ങൾ കൊണ്ടാണ്, നമ്മുടെ മനുഷ്യരോടുള്ള ഇൻഫ്ലുവൻസുകൾ കൊണ്ടാണ് എന്നൊക്കെ തിരിച്ചറിയുന്നത് പലപ്പോഴും സോഷ്യൽ ഇൻ്റലിജൻസിലൂടെയാണ്. ഒരു മഹാനായ മനുഷ്യൻ പറഞ്ഞ പോലെ ഏറ്റവും ധനികനായ മനുഷ്യൻ ആരാണെന്ന് ചോദിച്ചാൽ വൺ ഹൂ ഈസ് ഹാവിങ് ഫ്യൂവർ വാണ്ട്സ്, ഏറ്റവും കുറവ് ആവശ്യങ്ങളുള്ളവനാണ് ഏറ്റവും ധനികൻ. അപ്പോൾ അത് വേറൊരു ഡയമെൻഷനാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പല ഡയമെൻഷനിൽ കാര്യങ്ങളൊക്കെ കാണാൻ സമൂഹത്തിൽ നമുക്ക് അവസരം കിട്ടുന്നത് നമ്മുടെ സോഷ്യൽ ഇൻ്റലിജൻസ് വരുമ്പോഴാണ്. അതുപോലെ തന്നെ വീട്ടിലും നമ്മൾ ആ പെർഫോമൻസ് ഓറിയൻറ്റഡ് പാരൻറ്റിങ് നിർത്തണം. കൂടുതൽ മാർക്ക് വാങ്ങിക്കുന്നവന് കൂടുതൽ വില, കൂടുതൽ നേട്ടങ്ങൾ കൊയ്യുന്നവന് കൂടുതൽ വില, കൂടുതൽ സമ്പാദിച്ചു വരുന്നവന് കൂടുതൽ വില, ഇത്തരം കാര്യങ്ങൾ നിർത്തണം. നമ്മൾ എല്ലാവരെയും സ്നേഹിക്കണം. എല്ലാ മക്കളും വളരെ വലുതാണ്. വീട്ടിൽ അത്ര കഴിവില്ലാത്തൊരു മകനുണ്ടെങ്കിൽ ആ മകനെയാണ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത്. കാരണം അവനായിരിക്കും ചിലപ്പം വയസ്സാം കാലത്ത് നമ്മുടെ കൂടെ ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ മാതാപിതാക്കളെയൊക്കെ നോക്കുന്ന മക്കളെ നമ്മൾ കൂടുതൽ ബഹുമാനിക്കണം. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ആരാധനാലയങ്ങളിലൊക്കെ നിങ്ങൾ മാതാപിതാക്കളെ നോക്കുന്ന മക്കളെ ആദരിക്കണം. അവർക്കാണ് പൊന്നാടയൊക്കെ ഇടേണ്ടത്. അല്ല 2 ദിവസത്തേക്ക് വിദേശത്തു നിന്ന് വന്ന് ഇവിടെ വന്ന് വലിയ ആൾ കളിക്കുന്നവരെ അല്ല. ആരെങ്കിലും സാക്രിഫൈസ് ചെയ്ത് സ്വന്തം മാതാപിതാക്കളെ നോക്കുകയും സ്വന്തം നാട്ടിൽ നിന്ന് പ്രവർത്തിക്കുകയും സ്വന്തം നാടിന് എന്തെങ്കിലും കോൺട്രിബ്യൂഷൻ കൊടുക്കുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ തിരിച്ചറിയുകയും നമ്മൾ വില കൊടുക്കുകയും ചെയ്യണം. ലോകത്ത് എന്തിന് വില കൊടുക്കുന്നു എന്ന് കുഞ്ഞുങ്ങൾ നോക്കുമ്പോൾ അതെല്ലാം മെറ്റീരിയലായിട്ട് വളരുന്നവന് മാത്രമാണെന്ന് കാണുമ്പോൾ അവരിൽ ആ ചിന്ത ഉണ്ടായി പോകുന്നതിന് അവരെ തെറ്റു പറയാൻ സാധിക്കില്ല. നേരെ മറിച്ച് ലോകത്ത് ഇപ്പോൾ അറിവിന് വാല്യൂ കൊടുക്കുമ്പോൾ, നല്ല കോൺട്രിബ്യൂഷന് വാല്യൂ കൊടുക്കുമ്പോൾ, നല്ല സ്നേഹത്തിനും പങ്കുവയ്ക്കലിനൊക്കെ വാല്യൂ കൊടുക്കുമ്പോൾ, ത്യാഗത്തിന് വാല്യൂ കൊടുക്കുമ്പോൾ, ഒരാളുടെ പ്രതിഷേധവും സമരവും ഒക്കെ ചെയ്യുന്ന ആൾക്കാർ അവർക്ക് വേണ്ടി അല്ല അത് ചെയ്യുന്നതെന്നോ അതൊക്കെ വലിയ സാമൂഹ്യ ത്യാഗമാണെന്നൊക്കെ കുട്ടികളെ മനസ്സിലാക്കാൻ കൊടുക്കാൻ ശ്രമിക്കുമ്പോൾ, കരുണ കാണിക്കുന്നവനെ ആദരിക്കുമ്പോൾ കുട്ടികളിലൊക്കെ അത്തരത്തിലുള്ള വ്യത്യാസം ഉണ്ടാകും. നല്ലതായിട്ട് എല്ലാവരെയും നമ്മൾ ട്രീറ്റ് ചെയ്താൽ കുട്ടികളിലും ഒരു ബാലൻസ്ഡ് ആയിട്ട് അവർ വളർന്നു വരും. എല്ലാവരെയും നന്നായി ട്രീറ്റ് ചെയ്യുക, ഇത് തന്നെ വലിയൊരു സ്പിരിച്വാലിറ്റിയാണ്. നമ്മൾ പലപ്പോഴും മറന്നു പോകുന്ന ഒരു കാര്യം അതാണ്. എല്ലാവരെയും മാന്യതയോടെ, എല്ലാവർക്കും ഡിഗ്നിറ്റി, എല്ലാവർക്കും റെസ്പെക്റ്റ്, എല്ലാവർക്കും വാല്യൂ, ഇത് സമൂഹത്തിൽ കൂട്ടിക്കൊണ്ടുവന്ന് കഴിഞ്ഞാൽ തന്നെ ഇത്തരം ഭ്രാന്തമായ ആഗ്രഹങ്ങൾ കുട്ടികളിൽ ശമിക്കും. പക്ഷെ ഇത് എവിടെ നിന്നാണ് തുടങ്ങേണ്ടത്? ആരാണിതൊക്കെ ആരംഭിക്കേണ്ടത്? എല്ലാവരെയും സ്നേഹിക്കാനും ആദരിക്കാനും റെസ്പെക്റ്റ് ചെയ്യാനും കഴിയണം. എല്ലാവർക്കും മൂല്യമുണ്ട്. ഒരു തരത്തിലുള്ള വേറൊരു തരത്തിൽ എല്ലാവരും യൂസ്ഫുൾ ആയിട്ടുള്ളവരാണ്. എല്ലാവരും വളരെയധികം പ്രഷ്യസ് ആയിട്ടുള്ളവരാണ്. ഓരോ സാഹചര്യങ്ങളിൽ ആരാണ് ഏറ്റവും, ഇപ്പോൾ ഒരു സമൂഹത്തിൽ ഒരു 10 പശുവിനെ വളർത്തുന്ന ഒരാളുണ്ട്. അയാൾ ആ 10 പശുവിനെ വളർത്തുന്നതുകൊണ്ട് ആ പ്രദേശത്ത് ഒരുപാട് കുഞ്ഞുങ്ങൾക്ക് നല്ല പാല് കുടിക്കാൻ കിട്ടുന്നുണ്ട്. ആ മനുഷ്യനെയും നമ്മളൊരു സ്കൂളിൽ വിളിച്ച് അല്ലെങ്കിൽ ആ പ്രദേശത്തെ ഒരു സ്ഥലത്ത് വിളിച്ച് ഒന്ന് ആദരിക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. ഒരു ധനികനായ ഒരു മനുഷ്യൻ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, സുനിൽ ഒരുപാട് പൈസ ഞങ്ങളുടെ കയ്യിലുണ്ട്, ഞങ്ങളുടെ ഫീൽഡ് ഇൻഡസ്ട്രിയിൽ ഇച്ചിരി പ്രശ്നമാണ്, വേറെ ഏത് ഫീൽഡിലോട്ടാണ് പണം ചെലവഴിക്കേണ്ടത്? ഞാൻ പറഞ്ഞു, സമൂഹത്തിന് ആഹാരം കൊടുക്കുന്ന അല്ലെങ്കിൽ സന്തോഷം കൊടുക്കുന്ന, സമാധാനം കൊടുക്കുന്ന എന്തിലേക്ക് വേണമെങ്കിലും നിങ്ങൾ പണം ഇറക്ക്. എന്താണ് ഈ സമൂഹത്തിൽ ഇപ്പം തന്നെ പച്ചക്കറി വിഷമാണ്. ഇപ്പോൾ നല്ല പച്ചക്കറി ഉണ്ടാക്കാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കുമെങ്കിൽ നിങ്ങൾ വലിയൊരു കോൺട്രിബ്യൂഷൻ, അതൊന്നും ഞങ്ങളെക്കൊണ്ട് പറ്റത്തില്ല സാറേ. ഞങ്ങൾ റിയൽ എസ്റ്റേറ്റ് പോലുള്ള, അതാണ് കുഴപ്പം. നമുക്ക് റിയൽ എസ്റ്റേറ്റ് പോലുള്ളത് മാത്രമേ പറ്റുള്ളൂ. ഇവിടെ കോഴിക്ക് ഇപ്പോൾ 200-250 രൂപ വിലയാകുന്നു. എന്താ കാര്യം? ഇവിടെ കോഴി നമ്മളെ കൊണ്ട് വളർത്താൻ പറ്റത്തില്ല, അത് തമിഴ്നാട്ടുകാരനെ വളർത്താൻ പറ്റുള്ളൂ. നമുക്ക് അധ്വാനിച്ചുള്ള ഒരു കാര്യവും ചെയ്യാൻ പറ്റത്തില്ല. കാരണം അതിനൊന്നും നമ്മൾ വില കൊടുക്കുന്നില്ല. ഇനി ഒരു ബ്ലൂ കോളർ ജോബ് ചെയ്യുന്ന ഒരാളിന് നമ്മൾ വില കൊടുക്കത്തില്ല. നാട്ടിലൊരു അക്കൗണ്ടൻ്റ് ആയിട്ടിരിക്കുന്നതിന് വില കൊടുക്കത്തില്ല. കാനഡയിൽ കക്കൂസ് കഴുകുന്നതിന് വലിയ വില കൊടുക്കും. ഇതാണ് വ്യത്യാസം. ഇതെല്ലാം ബാലൻസ് ചെയ്ത് പോകണം. അപ്പോഴേ കുട്ടികളിൽ നല്ലത് കാണാനും കേൾക്കാനും അനുഭവിക്കാനും കുട്ടികൾ കഴിയുമ്പോൾ കുട്ടികളും അങ്ങനെ നല്ല ചിന്താഗതിയുള്ളവരായി വരും. അവരെ ആ രീതിയിലേക്ക് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നതിൽ നമുക്ക് വലിയ ഉത്തരവാദിത്തമുണ്ട്. അമിതമായി പണത്തോട് ആർത്തിയുള്ള കുട്ടികൾ പലരും പലതരത്തിലുള്ള പ്രശ്നങ്ങളിൽ പോയി വീഴാനും ഡിപ്രഷൻ പോലുള്ള മാനസിക പ്രശ്നങ്ങളിലേക്ക് വീഴാനുമൊക്കെയുള്ള സാധ്യതകൾ വളരെ കൂടുതലായിരിക്കും. അമിതമായി പണം ആഗ്രഹിച്ചിറങ്ങുന്നവരാണ് പലപ്പോഴും ദാരിദ്ര്യത്തിൽ പോയി വീഴുന്നതെന്നുള്ളതാണ് മോറൽ ഓഫ് ദ സ്റ്റോറി.
എല്ലാവർക്കും ആശംസകൾ നേരുന്നു. ഈ ചിന്തകൾ നല്ലതെങ്കിൽ മറ്റുള്ളവർക്കൂടെ ഒന്ന് പങ്കുവെച്ച് കൊടുക്കുകയും നിങ്ങൾ കൂടുതലായിട്ട് ഈ ചർച്ചയിലൊക്കെ പങ്കെടുക്കുകയും സജീവമായിട്ട് ഇതിനെ ഈ ഒരു കമ്മ്യൂണിറ്റിയെ വളർത്താൻ എന്നെ സഹായിക്കുകയും ഒക്കെ ചെയ്യുക. എല്ലാവർക്കും സന്തോഷവും സ്നേഹവും ആശംസിക്കുന്നു. ഹാപ്പി ലിവിങ്.